കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു പേരാണ് മാധവ് ഗാഡ്ഗിൽ. ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടും മാധവ് ഗാഡ്ഗിലിന്റെ പേര് നമ്മൾ കേട്ടു. വയനാട്ടിൽ നടന്ന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ടുഡേ എന്ന ന്യൂസ് ചാനൽ മാധവ് ഗാഡ്ഗിലുമായി നടത്തിയ ഒരു അഭിമുഖത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോ. വയനാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതുകൂടാതെ 2011 അദ്ദേഹം സമർപ്പിച്ച പശ്ചിമഘട്ട വനമേഖലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്നും ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും എങ്ങനെയാണ് പെരുമാറിയതെന്നും അദ്ദേഹം വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇന്ത്യ ടുഡേ ചാനൽ നടത്തിയിരിക്കുന്നത്. ഒറിജിനൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്കായി ഇതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാധവ് ഗാഡ്ഗിൽ വയനാട്ടിൽ നടന്ന ദുരന്തത്തെപ്പറ്റി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പശ്ചിമഘട്ടത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികളും മറ്റു മനുഷ്യ കടന്നുകയറ്റങ്ങളുമാണ് ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ പല ഭാഗങ്ങളിലുമായി നിയമവിരുദ്ധമായും അല്ലാതെയും പ്രവർത്തിക്കുന്ന ക്വാറികളുണ്ട്. ഈ ക്വാറികളിൽ നിന്നും ഉയരുന്ന പാറപ്പൊടി അന്തരീക്ഷവുമായി കൂടിക്കലർന്ന് എയറോസോൾ എന്നൊരു പ്രതിഭാസം സംഭവിക്കുന്നു. ഇതുവഴി അന്തരീക്ഷവായു വേഗത്തിൽ തണുക്കുകയും പെട്ടെന്നുള്ള ശക്തമായ മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഇത്തരം മഴകൾ പശ്ചിമഘട്ടം പോലെ ശിഥിലമായ ഭൂപ്രകൃതിയുള്ള മേഖലകളിൽ മണ്ണിടിച്ചിലിന് കാരണമാകും. അതുപോലെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാരണമാണ് ഇത്തരം ക്വാറികളിൽ നടത്തുന്ന സ്ഫോടനങ്ങൾ. പാറ പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ഷോക്ക് വേവ്സ് അഥവാ ശക്തമായ തരംഗങ്ങൾ നമ്മുടെ പശ്ചിമഘട്ട മേഖലയെ പോലെയുള്ള മേഖലകളെ ശിഥിലമാക്കുന്നു. ഇതും മണ്ണിടിച്ചിലിന് ഒരു പ്രധാന കാരണമാണ്. ഇതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാരണമാണ് പശ്ചിമഘട്ട മേഖലയിൽ നടക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ. അതിമനോഹരമായ ഈ ഭൂപ്രദേശത്തിന്റെ കച്ചവട സാധ്യതയെ മുതലെടുക്കാൻ നടത്തുന്ന റിസോർട്ടുകൾ പോലെയുള്ള നിർമ്മാണ പ്രവൃത്തികളെയാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നടത്തുന്ന റിസോർട്ട് നിർമ്മാണവും അതിനെ മോടി പിടിപ്പിക്കാൻ നിർമ്മിക്കുന്ന ചെറിയ തടാകങ്ങളുമെല്ലാം മണ്ണിന് താങ്ങാവുന്നതിലും അധികം ഭാരമാണ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള അനിയന്ത്രിതമായിട്ടുള്ള ക്വാറികളും നിർമ്മാണ പ്രവൃത്തികളും മൂലം ശിഥിലമായിരിക്കുന്ന ഈ മേഖലയിൽ ശക്തമായ മഴ കൂടിയാകുമ്പോൾ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. ഇതാണ് പ്രധാനമായും മാധവ് ഗാഡ്ഗിൽ തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള കാരണങ്ങൾ. ഇതിനുള്ള ഒരു പരിഹാരവും മാധവ് ഗാഡ്ഗിൽ തന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് പശ്ചിമഘട്ട മേഖലയെ 3 സോണുകളായി തിരിക്കണം. അപകട സാധ്യത ഏറ്റവും കൂടിയ ഹൈലി സെൻസിറ്റീവ് സോൺ, താരതമ്യേന അപകട സാധ്യത കുറഞ്ഞ മിഡിൽ സെൻസിറ്റീവ് സോൺ, തീരെ അപകട സാധ്യത കുറഞ്ഞ ലോ സെൻസിറ്റീവ് സോൺ. ഇവയാണ് ഈ 3 മേഖലകൾ. അപകട സാധ്യത ഏറ്റവും കൂടിയ ഹൈലി സെൻസിറ്റീവ് സോണിൽ നടക്കുന്ന ക്വാറികളും നിർമ്മാണ പ്രവൃത്തികളും എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന് അദ്ദേഹം ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വാറികളും മറ്റും നിർത്താൻ 5 വർഷം സാവകാശം കൊടുക്കാമെന്നാണ് അദ്ദേഹം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അപകട സാധ്യത കുറഞ്ഞ മേഖലയിൽ ആവശ്യമെങ്കിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുമതി നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അനുമതിക്ക് മുമ്പ് ആ പ്രദേശത്ത് വിശദമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടത്തണമെന്നും യാതൊരു വിധത്തിലും അവിടുത്തെ പ്രകൃതിക്ക് അത് ഹാനികരമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം നിഷ്കർഷിക്കുന്നു. ഈ അവസരത്തിൽ ചാനൽ അവതാരകൻ മാധവ് ഗാഡ്ഗിലിനോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പശ്ചിമഘട്ട മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെ ഈ റിപ്പോർട്ട് ബാധിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ ഉയർന്നതും ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഈ ചോദ്യം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഈ സാധാരണക്കാരുടെ ജീവനെ രക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വയനാട് പോലെയുള്ള മേഖലകളിലെ ചായത്തോട്ടങ്ങളിലും റിസോർട്ടുകളിലും ധാരാളം സാധാരണക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും താമസിക്കുന്നതും ഇതിന്റെയൊക്കെ ചുറ്റുവട്ടത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പോലുള്ള ദുരന്തങ്ങൾ മൂലം ഏറ്റവും അധികം നഷ്ടങ്ങൾ സംഭവിക്കുന്നതും ഏറ്റവും അധികം കൊല്ലപ്പെടുന്നതും ഇവർ തന്നെയാണ്. ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിലും മരിച്ചിരിക്കുന്നതും നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നതും സാധാരണക്കാർക്കാണ്, അല്ലാതെ റിസോർട്ട് ഉടമകൾക്കോ എസ്റ്റേറ്റ് മുതലാളിമാർക്കോ അല്ല എന്നും ഗാഡ്ഗിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവിൽ മാധവ് ഗാഡ്ഗിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. BJP, CPIM, കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർക്ക് ഇവിടുത്തെ ക്വാറികളിലും മറ്റ് ബിസിനസ്സുകളിലും പങ്കുണ്ടെന്ന് ഗാഡ്ഗിൽ ആരോപിക്കുന്നു. ഇവരുടെ അറിവോടും ഇവർക്ക് കൈക്കൂലി കൊടുത്തുമാണ് നിയമവിരുദ്ധമായ പല നിർമ്മാണങ്ങൾക്കും ക്വാറികൾക്കും അനുമതി നേടിയിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം വലിയൊരു ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നും അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും അവതാരകൻ ചോദിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടിയായി ഗാഡ്ഗിൽ പറയുന്നത്, ഞാൻ ഒരു സയന്റിസ്റ്റാണ്. ശാസ്ത്രത്തിനും സത്യത്തിനും വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എനിക്ക് ചായ്വില്ല എന്നാണ്.
കൂടാതെ താൻ 2011 റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ രാഷ്ട്രീയക്കാർക്ക് തന്നോടുണ്ടായ മനോഭാവത്തെക്കുറിച്ചും ഗാഡ്ഗിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം രാഷ്ട്രീയക്കാർ ഗാഡ്ഗിലിനോട് ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കരുതെന്നും ഈ വിഷയവുമായി ബന്ധപ്പെടരുതെന്നുമാണ് പറഞ്ഞത്. ഇതുകൂടാതെ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് പുതുതായി വയനാട്ടിലെ മല തുരന്നുണ്ടാക്കുന്ന ടണൽ റോഡിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വയനാട് മേഖലയെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും അത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിൽ ഇന്ത്യ ടുഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.